മദ്യം വിളമ്പുന്ന കല്യാണം നഊദു ബില്ലാഹ്, മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന കല്യാണം നഊദു ബില്ലാഹ്, സിനക്ക് പ്രേരിപ്പിക്കുന്ന കല്യാണം നഊദു ബില്ലാഹ്, അന്യാണും അന്യപെണ്ണും ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്ന കല്യാണം നഊദു ബില്ലാഹ്, അന്യാണും അന്യപെണ്ണും തോളോട് തോളുരുമ്മി നിന്ന് പരസ്പരം വായിലേക്ക് മിഠായി കൈമാറുന്ന കല്യാണം നഊദു ബില്ലാഹ്, ഹലാലായിട്ട് നിക്കാഹ് ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ ശരീരം സ്പർശിക്കുന്ന കല്യാണങ്ങളും സദസ്സുകളും നഊദു ബില്ലാഹ്. ദീൻ അനുവദിക്കുമോ? കാണാൻ തന്നെ പരിമിതമായ സ്ഥലങ്ങളും പരിധിയും ആണിനും പെണ്ണിനും വെച്ച് തന്ന ദീന് തൊടാൻ പറഞ്ഞിട്ടുണ്ടോ? കൈകൊടുക്കാൻ പറ്റുമോ? അങ്ങോട്ടും ഇങ്ങോട്ടും പലഹാരം കൊടുത്തിട്ട് ഒന്ന് മുസാഫഹത്ത് പറ്റുമോ? അപ്പുറത്തും ഇപ്പുറത്തും നോക്കി നിൽക്കുന്ന കാരണവന്മാരെ, ഉമ്മമാരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീഅത്ത് കളഞ്ഞു കുളിക്കുന്നതിന് സാക്ഷ്യം വഹിച്ചാൽ മുത്തുനബി തങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുമോ? അള്ളാഹിന്റെ റസൂല് നമ്മളെ സ്നേഹിക്കുമോ? ആഖിറത്തിൽ നമുക്ക് ശഫാഅത്ത് തരുമോ? എന്റെ ദീനിന്റെ നിയമങ്ങൾ മാറ്റിമറിച്ചവരാണ്, അവർക്ക് ഞാൻ എന്റെ ഹൗലിൽ നിന്ന് വെള്ളം കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തപ്പെടുന്ന വിഭാഗത്തിൽ പെട്ടേക്കുമോ? മൂന്ന് അഭിപ്രായങ്ങൾ മഹാന്മാർ അതിൽ പറഞ്ഞപ്പോ ഇമാം ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ റഹ്മഹുല്ലാ പറഞ്ഞു, എന്റെ ദീനിന്റെ നിയമങ്ങൾ മാറ്റിമറിച്ചവർ എന്ന് പറഞ്ഞിട്ട് അള്ളാഹിന്റെ റസൂല് അട്ടിയോടിക്കുന്നു എന്ന് പറഞ്ഞതില് മൂന്നാമത്തെ അഭിപ്രായം അസ്ഹാബുൽ കബായിരി, വൻദോഷങ്ങൾ ചെയ്തവരാ. ഈ എണ്ണിയതൊന്നും വൻദോഷമല്ലെങ്കിൽ പിന്നെ വൻദോഷങ്ങളേതാ? നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണ്ടേ? ദീനനുസരിച്ച് ജീവിച്ചവർക്ക് മുത്തുനബി തങ്ങൾ താങ്ങും തണലുമായിട്ടുണ്ട്, അവർക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, സംരക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്, രോഗങ്ങൾക്ക് ചികിത്സ കൊടുത്തിട്ടുണ്ട്, പരീക്ഷണങ്ങളിൽ പതറാതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ അവരെ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. എത്രയോ മഹാന്മാർക്ക് അല്ലാഹുവിന്റെ റസൂല് സന്തോഷവും സുവിശേഷവും പരിഹാരവും നൽകിയിട്ടുണ്ട്. ദീനനുസരിച്ച് അടിയുറച്ചു നിൽക്കുന്ന മുഹിബ്ബീങ്ങളാണോ? സംശയം വേണ്ട, മുത്തുനബി തങ്ങളെ സഹായമുണ്ട്. ഞാനും നിങ്ങളും ചെയ്യുന്നത് അല്ലാഹുവിന്റെ റസൂല് കാണൂലേ? കാണാതെ പിന്നെങ്ങനെയാ സാക്ഷി നിൽക്കല്? നബി തങ്ങൾ നമുക്ക് സാക്ഷിയല്ലേ? ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. എല്ലാ വീട്ടിലും മങ്കൂസ് മൗലിദ് ഓതുമ്പോ ഈ ഒരു ആയത്ത് കൂടുതൽ കേൾക്കാറില്ലേ? ഹദീസിൽ കേൾക്കാറില്ലേ? ഇന്നാ അർസൽനാക ഷാഹിദൻ, നബിയെ അങ്ങയുടെ ഉമ്മത്തിന് അങ്ങ് സാക്ഷിയാണ്. ഈ ഉമ്മത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ആളുകള്, കോടിക്കണക്കിന് ആളുകള്, അത് ഈ കുഗ്രാമത്തിലെ ആളുകളാണെങ്കിലും ഈ ജില്ലയിലെ ആളുകളാണെങ്കിലും ഈ സംസ്ഥാനത്തെ ആളുകളാണെങ്കിലും ഈ രാഷ്ട്രത്തിലെയും മറ്റു രാഷ്ട്രങ്ങളിലെയും ആളുകളാണെങ്കിലും ഒരാളെയും വേർതിരിച്ച് അറിയാതിരിക്കൂല. എല്ലാവർക്കും നബി തങ്ങൾ ഷാഹിദാൻ. സാക്ഷി നിൽക്കുന്ന ആൾക്ക് രണ്ട് വിഷയം വേണം. ഒരാളെ സാക്ഷിയായി പരിഗണിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അയാൾക്ക് വേണം. ഒന്നയാൾക്ക് കണ്ണിന് കാഴ്ച വേണം. കാഴ്ചയില്ലാത്ത ഒരാളെ നിങ്ങൾ നിക്കാഹിന് സാക്ഷിയായി കൂട്ടോ? കാഴ്ചയില്ലാത്ത ഒരാളെ കോർട്ടിൽ സാക്ഷിയായി കൂട്ടോ? സാക്ഷിക്ക് കാഴ്ച വേണം, സാക്ഷിക്ക് കേൾവിയും വേണം. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അല്ലാഹുവിന്റെ റസൂല് കാണുന്നുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? വഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂല് കാണുന്നുണ്ട്. മുത്തുനബി തങ്ങൾ പറഞ്ഞ ഹദീസിലും അങ്ങനെയല്ലേ ഉള്ളത്? തുറദു അലയ്യ അമാലുക്കും, നിങ്ങളുടെ ഓരോ കർമ്മങ്ങളും എനിക്ക് വെളിവാക്കപ്പെടും.
ഈ സദസ്സ് മാത്രമല്ല, സ്വലാത്ത് ചൊല്ലുന്നത് മാത്രമല്ല, നിസ്കരിക്കുന്നത് മാത്രമല്ല, ഓരോ കർമ്മങ്ങളും വെളിവാക്കപ്പെടും. ആ വെളിവാക്കപ്പെട്ടതിനനുസരിച്ച് പ്രതികരണവും സന്ദേശവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് നിന്ന്